ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിതിന് വേണ്ടി 2 ഇളനീരിൻ്റെ പൾപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ലിറ്റർ ഇളനീരിൻ്റെ വെള്ളം, 1/2 ലിറ്റർ പാല്, 10 ഗ്രാം ചൈന ഗ്രാസ്, പിന്നെ ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചൈന ഗ്രാസ് ഒന്ന് കുതിരാൻ വെക്കാം. ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇളനീർ വെള്ളവും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഈ സമയം ഇളനീർ പൾപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ അരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു 1/4 കപ്പ് പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളനീർ ഞാനിവിടെ നല്ല കട്ടിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ഇളനീരിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഇളനീർ പൾപ്പ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് വേണ്ട പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയൊക്കെ ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ മധുരം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിതിൽ ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവും കൂട്ടിയെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചൈന ഗ്രാസ് നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാലും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒന്നിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചൈന ഗ്രാസ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. പാലിപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചൈന ഗ്രാസും നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ വഴി അരിച്ച് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ചെറിയ തീയിലിട്ട് 1-2 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ഇളനീർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇളനീരും പാലും ഒക്കെയായി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു വെക്കാം. പിന്നെ ഇതിൻ്റെ ചൂട് നല്ലപോലെ കുറഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 5-6 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. പുഡിംഗ് കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബദാമും പിസ്തയും വറുത്ത് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പുഡിംഗ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.